കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. കാസർഗോഡ് കളക്ടറേറ്റിലെ ജീവനക്കാരുടെ ആത്മഹത്യ. റവന്യൂ കമ്മീഷണറുമായും ജില്ലാ കളക്ടറുമായും സംസാരിച്ചെന്നും അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി AP അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ സമ്മർദ്ദമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിഷം കഴിച്ച് 2 ദിവസത്തിന് ശേഷമാണ് ഉദ്യോഗസ്ഥ മരണപ്പെട്ടത്. ആശുപത്രിയിൽ വെച്ച് പോലീസിന് നൽകിയ മൊഴിയിൽ വീട്ടിലെയും ഓഫീസിലെയും മാനസിക സമ്മർദ്ദമാണ് മരണകാരണമായി പറഞ്ഞിട്ടുള്ളതെന്നും ആർക്കുമെതിരെയും പരാതിയില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നടത്തുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ച ഉടനെ തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണറോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം കളക്ടറോട് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് എന്താണ് സംഭവിച്ചത്, എവിടെയാണ് വീഴ്ച പറ്റിയിട്ടുള്ളത്, അവർ ആത്മഹത്യ ചെയ്യാനുള്ള കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള റിപ്പോർട്ട് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് ഞാനും ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ കളക്ടർ ഉൾപ്പെടെ സൂചിപ്പിച്ചതും ആ കുട്ടി വിഷം കഴിച്ച് 2 ദിവസം കഴിഞ്ഞാണ് മരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് പോലീസിന് വ്യക്തമായ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി കൊടുത്തതിനകത്തും വീട്ടിലും ഓഫീസിലുമുള്ള സ്ട്രെസ്സാണ് കാരണം. എനിക്ക് ആരോടും പരാതിയില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ള രീതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടോ. അതോടൊപ്പം തന്നെ ഈ കുട്ടി സീനിയർ ക്ലർക്കാണ്, അവർ സ്ഥലം മാറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണോ അത് നടന്നത്, അതിന് മുമ്പാണോ നടന്നത് എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ് ഈ ഒരു സ്ഥലം മാറ്റം നടന്നിട്ടുള്ളത്. സ്ഥലം മാറ്റം നിലവിലുള്ള സെക്ഷൻ മാറുന്നുള്ളൂ. സെക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്ന് എൻഡോസൾഫാൻ സെക്ഷനിലേക്ക് മാറ്റി. എൻഡോസൾഫാൻ സെക്ഷൻ ഏറ്റവും ജോലി കുറഞ്ഞ സെക്ഷനാണ് എന്നാണ് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നതല്ല എന്നുള്ളതാണ്. ഏതായാൽ പോലും അത്തരം കാര്യങ്ങൾ സെക്ഷൻ മാറിയതാണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സാണോ എന്നുള്ളതൊക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരും. പക്ഷേ ഏതായാലും പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ആളുകൾ എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയമായി കാണുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നതെന്ന് അറിയട്ടെ. അറിഞ്ഞ ശേഷം നമുക്ക് ആരെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം. അറിയുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ഗവൺമെന്റിന്റെ വീഴ്ചയായി പറയുന്നത് എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയം കാണുന്നൊരു ഭാഗമാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു ട്രാൻസ്ഫർ, ഈ ഒരു സെക്ഷൻ ചേഞ്ച് നടന്നതിന്റെ പേരിലാണെങ്കിൽ അത് ഏത് സമയത്ത് നടന്നു, ഇനി അതാണോ ഒക്കെ വരണ്ടേ. അതിനു മുമ്പ് തന്നെ ചാടിക്കേറി ഇത്തരം അഭിപ്രായം പറയുന്നത് പ്രതിപക്ഷ നേതാവിന് ചേർന്നല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അദ്ദേഹം ഒന്നും കൂടി ആലോചിക്കണം എത്ര അഭിപ്രായങ്ങൾ പറയും. സെക്ഷൻ മാറിയത് ഇപ്പോഴത്തെ ഗവൺമെന്റ് നിലവിൽ വരുന്നതിന് മുൻപാണ്. മുൻപുണ്ടായിരുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിൽ നിന്ന് എൻഡോസൾഫാൻ സെക്ഷനിലേക്കാണ് മാറ്റിയത്. ജോലിഭാരം കുറഞ്ഞ സെക്ഷനാണിത്. കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാതെ എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ഹയ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ. ഒരു സുരക്ഷിത നിക്ഷേപത്തിന് തുടക്കം കുറിക്കൂ. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599000 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, വണ്ടൂർ.